ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം അണ്ണാമല വീണ്ടും വാർത്തകൾ ഇടം പിടിക്കുകയാണ്. യാത്രകളും മറ്റുമായി അണ്ണാമല തിരക്കിലായിരുന്നു. ഇപ്പോൾ അതിനിടയിൽ അണ്ണാമലയ്ക്ക് എതിരെ ഒരു കേസും DMK സർക്കാർ, സ്റ്റാലിൻ സർക്കാർ രജിസ്റ്റർ ചെയ്യപ്പെടുകയുണ്ടായി. ഇപ്പോഴിതാ അണ്ണാമല പുറത്തുവിട്ടിരിക്കുന്നത് മറ്റൊരു ഭൂതം തന്നെയാണ്. അതായത് ഈ DMK ഫയൽസിൻ്റെ 3-ാം ഭാഗം അണ്ണാമല എക്സിലൂടെ പുറത്തുവിട്ടിരിക്കുന്നു. 2 ഭാഗങ്ങളും പുറത്തുവിട്ടത് വലിയ വിവാദമായിരുന്നു. 3 മന്ത്രിമാരുടെ പണി പോയി. അതിൽ ഒരു മന്ത്രി ഇപ്പോഴും ജയിലിലാണ്. ഒപ്പം തന്നെ ഈ റിപ്പോർട്ട് വലിയ രീതിയിൽ രാജ്യം ചർച്ച ചെയ്തതാണ്. അത് 1,30,000 കോടിയുടെ അഴിമതിയായിരുന്നെങ്കിൽ ഇപ്പോൾ DMK ഫയൽസ് 3 പുറത്തുവിട്ടിരിക്കുന്നു. ഇതിൽ വളരെ ഗുരുതരമായ ഒരു ആരോപണം അണ്ണാമലയെ ഉന്നയിക്കുന്നുവെന്ന് മാത്രമല്ല, അതിൻ്റെ തെളിവുകളും അണ്ണാമലയെ പുറത്തുവിടുന്നു. എക്സിൽ അതിൻ്റെ വീഡിയോ ക്ലിപ്പിംഗ്സ് ഞങ്ങളുടെ വാർത്തയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നു. അതിൽ നിങ്ങൾക്ക് ആ തെളിവുകൾ കേൾക്കാവുന്നതാണ്. 2006-നും 2011-നും ഇടയിൽ DMK ഭരണകാലത്ത് DMK MP ആയിരുന്ന T. ബാലുവും തമിഴ്നാട് മുൻ ഇന്റലിജൻസ് മേധാവി ജാഫർ സയ്യിദും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് ഈ ഓഡിയോ ടേപ്പിൽ ഉള്ളത്. അതിൽ അവരാണ് നിശ്ചയിക്കുന്നത് CBI എപ്പോൾ വരണം, ആരെയൊക്കെ ചോദ്യം ചെയ്യണം, എപ്പോഴൊക്കെ ചോദ്യം ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അതൊക്കെ ഈ ഓഡിയോ ക്ലിപ്പിൽ വളരെ വ്യക്തമാണ്. ഇതാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് അഴിമതി നടത്തുക, അഴിമതി അന്വേഷിക്കാൻ വരുന്ന CBI എപ്പോൾ വരണം, എങ്ങനെ വരണം, ആരെ ചോദ്യം ചെയ്യണമെന്ന് അഴിമതി നടത്തിയവർ തന്നെ തീരുമാനിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇതായാലും വലിയ ഒരു വിവാദത്തിന് തിരികൊളുത്തിക്കൊണ്ടാണ് അണ്ണാമലയുടെ വീണ്ടും ഒരു തിരിച്ചുവരവുണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മുസ്ലിം മലയാളം.